വാട്ടർ അതോറിറ്റി പൈപ്പിടാനെന്ന പേരിൽ ശ്രീകാര്യത്ത് റോഡ് പൊളിച്ചിട്ട് 6 മാസമാകുന്നു. കുഴികളും ചാലും നിറഞ്ഞ റോഡിൽ അപകട പരമ്പരയുണ്ടായിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ല. പണി എന്ന് തീരുമെന്നും ആർക്കും അറിയില്ല. ശ്രീകാര്യത്ത് നിന്ന് കഴക്കൂട്ടത്തേക്കുള്ള പ്രധാന പാതയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. നേരത്തെ തന്നെ വലിയ ഗതാഗത കുരുക്കുള്ള പ്രദേശം. ശ്രീകാര്യം മേൽപ്പാലത്തിനുള്ള നിർമ്മാണങ്ങൾ ഒരു വശത്ത്, ജല അതോറിറ്റി പൈപ്പിടാൻ കൂടി ആരംഭിച്ചതോടെ 6 മാസമായി ദുരിതമയം. ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ വർക്കാണ് നടക്കുന്നത്. കഴിഞ്ഞ 6-7 മാസം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം ദുരിതത്തിലാണ്. ഏകദേശം ഒരു 100-ൽ പരം ആൾക്കാരാണ് ഇവിടെ അപകടം ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോൺക്രീറ്റിൽ നിന്ന് കല്ല്, ഒരു 1.5 ഇഞ്ചിന്റെ മെറ്റൽ കല്ലുകളാണ് കുട്ടികളുടെ തലയിൽ വരെ വണ്ടികളുടെ ടയർ അടിച്ചിട്ട് അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത ജംഗ്ഷനിലാണ് ഗവൺമെൻറ് ശ്രീകാര്യം ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്ത ജംഗ്ഷനിലാണ്. അവിടുത്തെ സ്കൂളിൻ്റെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് ഡസ്റ്റാണ് ഈ പൊടി. ജനുവരിയിൽ ആരംഭിച്ച പണി ഒരാഴ്ചയ്ക്കപ്പുറം നിർത്തിവെച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴ പെയ്താൽ ദുരിതം ഇരട്ടിക്കും, അപകടങ്ങളും തുടർക്കഥ. ഇലക്ഷൻ്റെ അന്നായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് കൂടി ഈ നടുക്കിടുന്ന മെറ്റലില്ലേ, ഇവർ ഈ കുഴി എന്തോ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി, അടയ്ക്കാൻ വേണ്ടി മെറ്റൽ കൊണ്ടിടും. വലിയ വണ്ടി പോകുമ്പോൾ ഈ മെറ്റലെല്ലാം റോഡിൽ വരും. ഞാൻ അതിൽ സ്കിഡ് ചെയ്ത് വീണ് എൻ്റെ കണ്ണിനാണ് പരിക്ക് പറ്റിയത്. കണ്ണ് നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു എനിക്ക്. നിരന്തരമായി യൂസ് ചെയ്യുന്ന വഴി ഇതാണ്. അതെ. ഞാനിപ്പോൾ പേടിച്ചിട്ട് ഇതുവഴി പോവാറില്ല. ഞാൻ വളഞ്ഞു പോകും, കാരണം എനിക്ക് പേടിയാണ്. ഇതുവഴി വലിയ വണ്ടി വന്നാൽ ഞങ്ങൾക്ക് സ്കൂട്ടറുകാരൊക്കെ, ഞാൻ സ്കൂട്ടറിലാണ് പോകണം, 2 വീലറിലാണ് പോകണം. സൈഡ് കൊടുക്കാൻ പോലും പറ്റത്തില്ല. റോഡിൽ നിന്നും വരുന്ന പൊടി കൊണ്ടുള്ള ശല്യം ഒരു വശത്ത്, വലിയ വാഹനങ്ങൾ പോകുമ്പോൾ തെറിക്കുന്ന കല്ലുകളും അപകടമുണ്ടാക്കുന്നു. ദുരിതം എന്ന് തീരുമെന്ന് ചോദിക്കുകയാണ് കച്ചവടക്കാരും. നിറയെ പൊടിയാണ്. ആൾക്കാർ ഇവിടെ സ്ഥിരം വീഴ്ചയാണ്. ഡെയിലി നമ്മൾ 2-3 ആൾക്കാരുടെ പൊക്കിയ ദിവസങ്ങളുണ്ട്. എൻ്റെ കണക്കൂട്ടിൽ 6 മന്ത്സ് ഗ്യാപ്പിൽ ഞാൻ ചുരുങ്ങിയത് 30-25 പേരിനെ ഇവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട്. സ്റ്റേഷനിൽ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉള്ള സ്ഥലമാണ്. അക്ഷരാർത്ഥത്തിൽ ദുരിതയാത്രയാണ് ഇതുവഴിയുള്ളത്. എത്ര നാൾ ഈ അപകടകരമായ യാത്ര തുടരേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ക്യാമറമാൻ അരുണോടൊപ്പം നിതിൻ മോഹൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.